ഇത് ഷെല്ല, യമന്റെ മാങ്ങയാണ്. നമുക്കിത് UAE എന്ന് വന്നതാണ് അല്ലേ? ഒന്നാഴ്ച എന്നാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അതിന്റെ തൂക്കം വരുന്നുണ്ട്. എത്ര തൂക്കം വരുന്നത്? നല്ല കാണാൻ നല്ല വൃത്തിയുള്ള മാങ്ങയാണ്. ചെറുതായി കേടുണ്ട്. ഒരു കേസിന് 35 റിയാലൊക്കെ ഉള്ളൂ. 1/2 കിലോ. നല്ലൊരു മണമുണ്ട്. നല്ല മണമുണ്ട്. ഷെല്ല, ഷീല ഷെല്ല എന്നൊക്കെ വിളിക്കും അല്ലേ? നല്ല നാരുള്ള ഒരു ഫീൽ ഉണ്ട് അല്ലേ? കോമാങ്ങയുടെ ഉൾഭാഗമായിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങയാണ്. ഓക്കെ, ആളുകൾ വാങ്ങിക്കും അല്ലേ? 18 TSS ആണ് കേട്ടോ. നോട്ട് ബാഡ് TSS ആണ് ഇത് വരുന്നത്. ഒന്ന് കഴിച്ചു നോക്കാം. ഒരു കർപ്പൂരം ഫ്ലേവർ ഉണ്ട്. കഴിച്ചു വന്ന കർപ്പൂരത്തിന്റെ ഫ്ലേവർ ഉണ്ട്. കർപ്പൂരത്തിന്റെ ഒരു മൈൽഡ് ഫ്ലേവർ ആയിരുന്നു. പുളിപ്പ് കുറവാണ്. കറക്റ്റ് തൊലിന്റെ പുളിപ്പ് കുറവ് ബേസ് ആയിട്ടുള്ള മാങ്ങയാണ്. തൊലിക്ക് ചെറിയ കയ്പുണ്ട് കേട്ടോ. പുളിപ്പ് ഇല്ല, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള പുളിപ്പില്ല. ചെറിയൊരു കർപ്പൂരത്തിന്റെ എന്ന് വെച്ചാൽ ചെറിയൊരു കുത്തലും കൂടെ ഉണ്ട്. നമ്മളെ കൈമൂറിനുണ്ട്. തായ്ലൻഡ് വെറൈറ്റികൾക്ക് നമ്മുടെ ബനാന, കാറ്റിമോൺ, അതിനൊക്കെ കർപ്പൂരം ഫ്ലേവറുകളുണ്ട്. എന്തായാലും കൊള്ളാം. നല്ലൊരു മാങ്ങയുണ്ടല്ലേ? ഇവിടെ കിട്ടാനുള്ള മാർഗം അല്ല, ഇത് കൂടുതലും വിറ്റ് പോകുന്നതിന്റെ അപ്പിയറൻസ് ആണ്. അതിങ്ങനെ ഇരിക്കുന്ന റോസ് കളറിൽ ചില സമയത്ത് നിൽക്കും. റോസ് കളറില്. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ ഫ്ലഷിന്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ? ഫൈബറുള്ള, പുളിപ്പില്ല, അത്യാവശ്യം നല്ല മധുരമുള്ള, നല്ല ഫ്ലഷും, വാട്ടർ കണ്ടന്റ് ഉടയാത്ത ഫ്ലഷ് ഉള്ള നല്ലൊരു മാങ്ങ. തൊലിയോട് അടുപ്പിച്ച് കർപ്പൂരത്തിന്റെ സ്മെല്ലുണ്ട്. പിന്നെ പുഴുക്കേട് എന്തായാലും വിദേശ മാർക്കറ്റിലുള്ള മാങ്ങയില്ല, അതിന് കേട് വന്നിട്ട് അതിൽ പുഴുക്കേടൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മാങ്ങനായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരു നാട്ടുമാങ്ങയുടെ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താം. പക്ഷെ അതുപോലെ ഇതിന്റെ ഒറിജിന് യമനൊന്നും അല്ല. ഓക്കെ, ഇതിന്റെ ഒറിജിന് വേറെ എവിടെയാണ്. ഇത് ഇവർ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയതാണ്.